പോസ്റ്റ് ഡെലിവറി ടൈമിൽ കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മമാർ കൂടെ ഉറങ്ങിക്കോണമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാനും ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കലി എത്ര ബുദ്ധിമുട്ടാണെന്ന് ഈ ഒരു ടൈമിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ അമ്മമാർക്കും നന്നായിട്ട് അറിയാം. ഈ വിട്ടുമാറാത്ത ഉറക്കക്കുറവ് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിപ്രവേഷൻ ഇത് ഓരോ അമ്മമാരുടെയും ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതിൽ ഒന്നാമത് ഇമ്മ്യൂണിറ്റി കുറയും. നമ്മൾ ഒരു ഡീപ്പ് സ്ലീപ്പ് ടൈമിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ശരിക്കും ഉണ്ടാവുന്നത്. ഇനി ഉറക്കം കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള രോഗപ്രതിരോധ ശക്തി കുറയും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിന്ന് റിക്കവർ ചെയ്യാനും കൂടുതൽ സമയമെടുക്കും. രണ്ടാമത്തത് പോസ്റ്റ് ഡെലിവറി പീരീഡ് ഉണ്ടാവുന്ന ഹോർമോണൽ ആൻഡ് മെറ്റബോളിക് ചേഞ്ചസ്. ഈ ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. അതിന്റെ ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടും. ഈ കോർട്ടിസോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. മാത്രമല്ല, ഈ സ്ട്രെസ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഇവൻ മുടികൊഴിച്ചിലൊക്കെ കൂടുകയും ചെയ്യും. മൂന്നാമത്തത് അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ബ്രെയിൻ ഫോഗ് ആണ്. ഈ ഉറക്കക്കുറവ്, സ്ലീപ്പ് ഡിപ്രവേഷൻ എന്നുള്ളത് അത് ഡയറക്റ്റ്ലി നമ്മുടെ ബ്രെയിനിനെയും ബാധിക്കും. നമ്മൾ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ മറന്നു പോവുക, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, നമുക്കൊരു ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ സമയം എടുക്കുക. ഇതൊക്കെ ഭയങ്കര സാധാരണമാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാതാവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇമോഷണൽ ബാലൻസ് തെറ്റും. ഇത് പെട്ടെന്ന് ദേഷ്യം വരാനും അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം മൂഡ് സ്വിങ്സ് ഉണ്ടാവാനും ഈവൻ ആങ്സൈറ്റി കൂടാനും ഒക്കെ കാരണമായിരിക്കും. മാത്രമല്ല, ഒരു പരിധിക്കപ്പുറം കുറച്ചധികം കാലത്തേക്ക് ഈ സ്ലീപ്പ് ഡിപ്രവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈവൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസും കൂട്ടും. അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അമ്മയുടെ ഉറക്കവും ആരോഗ്യവും. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള മദർ ഉണ്ടാകുമ്പോഴേ നമ്മുടെ ബേബിയും ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ.